ക്ഷേമ പെൻഷൻ അവകാശമല്ല, സർക്കാർ നൽകുന്ന സഹായം മാത്രം. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ക്ഷേമ പെൻഷൻ അവകാശമല്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. സർക്കാർ നൽകുന്ന സഹായം മാത്രമാണ് ക്ഷേമ പെൻഷൻ എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അറിയിച്ചത്. ക്ഷേമ പെൻഷൻ വിതരണം എപ്പോൾ നടത്തണമെന്ന് തീരുമാനമെടുക്കുന്നത് സർക്കാരാണ്. സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ. നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽപ്പെടുന്നതല്ല ക്ഷേമ പെൻഷനെന്നും സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് 5 വിഭാഗങ്ങളിലായി 45 ലക്ഷത്തിലധികം ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് പുറമെ അരികുവൽക്കരിക്കപ്പെട്ടവർക്കായി പ്രത്യേക സഹായമായും പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. പെൻഷൻ വിതരണത്തിനായി ഒരു മാസം 900 കോടി രൂപയാണ് സർക്കാരിന്റെ ചെലവ്. ഇതിനു പുറമെ വെൽഫെയർ പെൻഷനുകൾക്കായി 90 കോടി രൂപ വേറെയും കണ്ടെത്തണം. സാമൂഹ്യ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് പെൻഷൻ വിതരണം നടക്കാത്തതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതിനെതിരായ ഹർജിയിലാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. മൂന്ന് കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി, 2 കുട്ടികൾ മരിച്ചു. വെഞ്ഞാറ്റഞ്ഞൂരിൽ 3 കുട്ടികളുമായി യുവതി കിണറ്റിൽ ചാടി, 2 കുട്ടികൾ മരിച്ചു. വെള്ളാറ്റഞ്ഞൂർ പുന്തിരത്തിൽ വീട്ടിൽ 7 വയസ്സുകാരൻ അഭിജയ്, 6 വയസ്സുകാരൻ ആദിദേവ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ അമ്മ 29 വയസ്സുകാരി സൈന, 1.5 വയസ്സുള്ള മകൾ ആഗ്നിക എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം നടന്നത്. മരിച്ച കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം വെള്ളറക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഒരാളുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കുന്നംകുളം അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാ സേനാംഗം സ്ഥലത്തെത്തി. നാട്ടുകാരും അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് 4 പേരെയും കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ചത്. ചിറ്റൂരിൽ വീടിനുള്ളിൽ ബാർ, സ്ത്രീ അറസ്റ്റിൽ. പാലക്കാട് വണ്ടിത്താവളത്തിൽ വീട്ടിൽ വെച്ച് മദ്യവിൽപ്പന നടത്തിയ സംഭവത്തിൽ ബാർ ഉടമ അറസ്റ്റിൽ. മദ്യവിൽപ്പന നടത്തിയ പ്രതി ദേവിയാണ് അറസ്റ്റിലായത്. ചിറ്റൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹനും സംഘവുമാണ് ദേവിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. ദേവിയുടെ ഭർത്താവ് ഹരിദാസിനെതിരെ അനധികൃത മദ്യവിൽപ്പനയ്ക്കും മദ്യം സൂക്ഷിച്ചതിനും നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് എക്സൈസ് അറിയിച്ചു. വീര്യം കൂടിയ മദ്യമാണ് ഇവിടെ വിതരണം ചെയ്യുന്നതെന്ന് സമീപവാസികൾ പറഞ്ഞു. പുനർവിവാഹം വാഗ്ദാനം ചെയ്ത് ഡോക്ടറുടെ പക്കൽ നിന്നും നവവധു തട്ടിയത് ലക്ഷങ്ങൾ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വിരമിച്ച വിവാഹമോചിതനായ ഡോക്ടറെ കബളിപ്പിച്ച് യുവതിയും സംഘവും ലക്ഷങ്ങൾ തട്ടിയെടുത്തു. കോഴിക്കോട് സ്വദേശിയായ ഡോക്ടറാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശികളുടെ തട്ടിപ്പിനിരയായത്. കോഴിക്കോട് നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് വിവാഹ ചടങ്ങ് നടത്തിയ ശേഷമാണ് വധു ഉൾപ്പെടെ 5 അംഗ സംഘം കടന്നു കളഞ്ഞത്. പരാതിയിൽ നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. 2 ലക്ഷം രൂപയും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളുമാണ് യുവതിയും സംഘവും അടിച്ചെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച ഡോക്ടർ വിവാഹമോചിതനായ ശേഷം പുനർവിവാഹത്തിന് പത്രപരസ്യം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതി ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെടുന്നത്. പിന്നീട് യുവതി ഉൾപ്പെടെ 4 അംഗ സംഘം കോഴിക്കോട്ടെത്തി ഡോക്ടറെ കാണുകയായിരുന്നു. യുവതിയെ കണ്ട് ഇഷ്ടമായ ഡോക്ടർ വിവാഹത്തിന് സമ്മതം നൽകി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഹോട്ടലിൽ മുറിയെടുത്ത ശേഷം വിവാഹ ചടങ്ങുകൾ നടത്തി. യുവതിയുടെ ബന്ധുക്കളെന്ന് പരിചയപ്പെടുത്തിയ ചിലരും ചടങ്ങിൽ പങ്കെടുത്തു. നവദമ്പതികൾക്ക് ഒന്നിച്ച് താമസിക്കുവാനായി വാടക വീട് തരപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഇതിനായി സംഘം 5 ലക്ഷം രൂപ ഡോക്ടറിൽ നിന്നും കൈവശപ്പെടുത്തുകയായിരുന്നു. കൂടാതെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും അടങ്ങുന്ന ബാഗും സംഘം കൈക്കലാക്കി. പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം സംഘം കടന്നു കളയുകയായിരുന്നു. ഹോട്ടൽ ഉൾപ്പെടെ CCTVകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അച്ഛനോട് സഹതാപം മാത്രം, നേർക്കുനേർ പോരാടി അച്ഛനും മകനും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം AK ആന്റണിയും മകനും പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിയും നേർക്കുനേർ. കോൺഗ്രസിലുള്ളത് കാലഹരണപ്പെട്ട നേതാക്കളാണെന്നും അച്ഛനോട് സഹതാപം മാത്രമാണുള്ളതെന്നും അനിൽ ആന്റണി പറഞ്ഞു. കൂടാതെ പത്തനംതിട്ടയിൽ താൻ തന്നെ ജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോക്കുമെന്നും താൻ പ്രചാരണത്തിന് പോയില്ലെങ്കിലും ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും AK ആന്റണി പറഞ്ഞതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അനിൽ ആന്റണി. കൂടാതെ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJPക്കൊപ്പം ചേരുന്നത് തെറ്റാണെന്നും AK ആന്റണി പറഞ്ഞു.
കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് തുടക്കം മുതൽ നിലപാട്. മക്കളെക്കുറിച്ച് അധികം പറയിപ്പിക്കരുതെന്നും ആ ഭാഷ തനിക്ക് വശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിൽ ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണെന്നും AK ആന്റണി വ്യക്തമാക്കി.